പാടില്ലായിരുന്നു എന്നുള്ളൊരു വിഷമത്തോടെ പറയേണ്ടതുണ്ട്. കാരണം അമ്മ ഒരിക്കലും നാദനിലെ കളരിയല്ല. അവര് നമ്മളെ അറിയിച്ചിരുന്നു ഈ വേദനം, ഈ ഇതൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ താരങ്ങളാണോ പ്രേക്ഷകരാണോ സിനിമയുടെ മൂല്യം കൂട്ടുന്നത്? സിനിമയുടെ മൂല്യം കൂട്ടുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകരാണല്ലോ, അതിനകത്ത് യാതൊരു സംശയമില്ല. പ്രേക്ഷകർ തന്നെയാണ് സിനിമയുടെ എല്ലാം. പ്രേക്ഷകരില്ലെങ്കിൽ സിനിമയില്ലല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പൊ എത്ര വലിയ താരമായെങ്കിലും പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവർ താരങ്ങളാവുന്നത്. അതുകൊണ്ട് സിനിമ എപ്പോഴും പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നടക്കുന്ന ഇൻസിഡൻസ്, ഇപ്പം ലിസ്റ്റിനോടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് താരങ്ങൾ ഈ പറഞ്ഞ പ്രതിഫലം കുറയ്ക്കണം, ടെക്നീഷ്യൻസ് പ്രതിഫലം കുറയ്ക്കണം. അപ്പൊ ഒരു കലാകാരന്റെ മൂല്യം ഫ്രീലാൻസ് ഒരു പെർമനന്റ് ജോബ് അല്ല, ഒരു മാസാവസാനം സാലറി കിട്ടുന്ന ഒരു ജോബ് അല്ല ആക്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം ഒരു താരത്തിന്റെ മൂല്യം ആ താരമാണ് ഡിസൈഡ് ചെയ്ത് എനിക്ക് ഇത്ര വേണമെന്നുള്ളത്. അപ്പം ഒരു നിർമ്മാതാവിനും അതിന്റെ ഒരു ഈക്വൽ പങ്കുണ്ടാവുമല്ലോ, ഒരു ഈ കാശ് മുടക്കുന്നതിനും ഒരു പങ്കുണ്ടാവുമല്ലോ. എന്തെങ്കിലും ഒരു നീക്കമൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നുണ്ടോ? അല്ല, ഇതെല്ലാം ഈ പറയുന്നത് പോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആളുകളാണ്. ഇത് മറ്റേത് മേഖലയും പോലെ തന്നെ സിനിമാ മേഖലയിൽ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ്. ഇവിടെ ഒരു താരവും ഒരു പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ് പിടിച്ചു മേടിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതില് എല്ലാവരും സൗഹൃദത്തോടു കൂടിയാൽ തന്നെയാണ് എല്ലാ സിനിമകളും ചെയ്യുന്നതും അത് പൂർത്തിയാക്കുന്നതൊക്കെ. തീർച്ചയായിട്ടും ചെറിയ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും എൻഡ് ഓഫ് ദി ഡേ അത് തീർത്തിട്ടായിരിക്കും അവരോട് പിരിയുന്നത്. മനസ്സിലായി. പിന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഇപ്പൊ ആദ്യം ഒരു സിനിമ ഉണ്ടാവുന്ന എൻ്റെ ഒരു അറിവില് ഒരു തിരക്കഥ ആദ്യം ഉണ്ടാകുന്നു, അതിലൊരു സംവിധായകൻ വരുന്നു, ഇവര് രണ്ടുപേരും ചേർന്ന് ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തുന്നു. അല്ലെ, ഈ പ്രൊഡ്യൂസറിനോട് ഇവര് പറയുന്നത് ഒരു താരത്തിന്റെ പേര് വെച്ചായിരിക്കും. എക്സാമ്പിൾ ഈ സിനിമ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാലചേട്ടൻ പ്രൊഡ്യൂസറിനോട് പറയുന്നത് ഈ മാരി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത് ജാഫർ ഇടുക്കിയായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ പ്രൊഡ്യൂസറിനും ഇവർക്കും ഒക്കെ ഒരു ധാരണ ഉണ്ടാവും ജാഫർക്കയുടെ ആ സമയത്തുള്ളൊരു വാല്യൂ എത്രയാണ്. ജാഫർക്ക വളരെ പ്രധാനപ്പെട്ട സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഒരു ഇത്ര കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ഷാജി പട്ടിക്കരെ പോലുള്ള, ഷാജി വേനെ പോലുള്ള ഒരു കൺട്രോളും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഷാജിനോട് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയും, ജാഫർക്കയുടെ പൈസ ഇത്രയാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവർ അവിടുന്ന് ചിലപ്പോൾ നേരിട്ട് ഒന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ജാഫർക്ക് കുറച്ച് കൊടുക്കുമായിരിക്കാം. അത് ഞാൻ പറയത്തില്ല, പറഞ്ഞത് ഭയങ്കര വലിയ ചർച്ചയാവുമെന്ന് പറയത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും ജാഫർക്കയുടെ ആ ക്യാരക്ടറിന്റെ ഒരു വാല്യൂ അനുസരിച്ച് ചിലപ്പോൾ ജാഫർക്ക് പറയും, ഓക്കെ എനിക്ക് ഞാൻ കഴിഞ്ഞ പടത്തിൽ മേടിച്ച ഇത്രയാണ്, പക്ഷേ ഈ സിനിമയിൽ ഞാൻ കുറച്ചുകൂടെ കുറയ്ക്കത് നമുക്ക് നന്നായിട്ട് ചെയ്യാം. ഇതെല്ലാം അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് എല്ലാ സിനിമകളും നടക്കുന്നത്, അല്ലെ? അപ്പം അപ്പൊ ആ പ്രൊഡ്യൂസർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സിനിമയിലേക്ക് വരുന്നത്. പിന്നെ ആ ഒരു സിനിമയും നമുക്ക് നഷ്ടമാകുമോ ലാഭമാകുമോ എന്ന് കരുതിയിട്ട് 100% ഉറപ്പിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ ബിസിനസ് പോലെ തന്നെ പ്രത്യേകിച്ച് സിനിമ, അല്ലെ? ഇത് ലോട്ടറിയാണിത്, അടിച്ചു എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ റിസ്ക് എലമെന്റ് എല്ലാത്തിലും ഉള്ള പോലെ തന്നെ സിനിമയിലും തീർച്ചയായിട്ടും ഉണ്ട്. താരങ്ങള് റേറ്റ് കുറയ്ക്കണം, ശമ്പളം കുറയ്ക്കണം എന്ന് പറയുന്നതിനകത്ത് അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ആവശ്യമുള്ളവരെ വെച്ച് അവര് ചെയ്യുന്നു, ചെയ്യാം. കാരണം എന്താ വെച്ചാല് താരങ്ങളെ വെച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഉണ്ട്. നല്ല സിനിമകൾ വേണമെങ്കിൽ പുതുമുഖങ്ങളെ വെച്ച് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇവര് ചെയ്യുന്ന താരങ്ങൾ ഇതൊക്കെ പറയുന്നെങ്കിൽ അവർ താരങ്ങളെ മാത്രമാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോഴും സിനിമയ്ക്ക് വളർച്ചയില്ല, താരങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം. അല്ല, സിനിമയ്ക്ക് വളർച്ചയില്ലെന്ന് പറയാൻ പറ്റില്ല. ആ താരങ്ങൾ വരുമ്പോൾ ആ സിനിമയ്ക്ക് ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് തന്നെയാണ് ആ സിനിമയുടെ വളർച്ച. ഇപ്പൊ ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഏട്ടൻ അതുപോലുള്ള പ്രധാനപ്പെട്ട നടന്മാർ വരുമ്പോൾ അത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ പ്രേക്ഷകർ വെയിറ്റിംഗ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ കുറെ മുൻപൊക്കെ ആണെങ്കിൽ അവരുടെ പേര് മാത്രം മതി. ഇപ്പം പ്രേക്ഷകർ കുറെ മാറിയത് കൊണ്ട് ടെക്നിക്കൽ സൈഡും കൂടെ നോക്കിയിട്ടാണ് എല്ലാവരും സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഒരുപാട് വലിയ മാറ്റം വന്നിരിക്കുന്ന ടെക്നീഷ്യൻസിന്റെ പേര് നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. പണ്ട് താരങ്ങൾ മാത്രമാണെങ്കിൽ ഇപ്പൊ ടെക്നീഷ്യൻസും താരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ഒരു വാല്യൂ അവര് പറയും. അപ്പൊ അത് നമുക്ക് ഒരിക്കലും അവര് വേണ്ടോ പിന്നെ അവരെ വെക്കണോ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള ഇത് അദ്ദേഹത്തിനുണ്ടല്ലോ, പ്രൊഡ്യൂസർമാർക്കുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇത് താരങ്ങളും പ്രൊഡ്യൂസേഴ്സും മാത്രം തമ്മിലുള്ള ഇതല്ല. കാരണം ഒരു സമരം വന്നാണെങ്കിൽ ടെക്നിക്കൽ ടീമിൽ ഒരു പ്രൊഡക്ഷൻ ബോയ് ഉൾപ്പെടെ ഒരുപാട് പേര് ഡെയിലി വേസ് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. ഒരു സമരം വന്നാൽ ബാധിക്കാൻ പോകുന്ന ഒരു എൻ്റെ കമ്മ്യൂണിറ്റി ആയിരിക്കും. തീർച്ചയായിട്ടും അതിനൊരു എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. സമരത്തിലോട്ടൊന്നും പോകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമരം കൊണ്ട് ആർക്കും ഒരു നേട്ടവും ഇല്ലൂടെ. പ്രേക്ഷകർക്ക് ഇതൊന്നും അറിയില്ല, അവർക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് അവർക്ക് ഇതിലും വലിയ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അത് സമരം ചെയ്യുന്നുണ്ടോ, അവിടെ വേതനം കുറയ്ക്കുന്നുണ്ടോ, ആരാണ് ശമ്പളം മേടിക്കുന്നൊന്നും അവർക്ക് ചിന്തിക്കാൻ അതെ ടെൻഷൻ അടിച്ച് നടക്കുക. അപ്പൊ അവരെ ടെൻഷൻ മാറ്റാനുള്ള എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് നമ്മൾ കൊടുത്താൽ അവർ തിയേറ്ററിലോട്ട് വരും. അതല്ലാതെ ഈ സമരം വെക്കണം എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇപ്പം സിനിമയുടെ ഉള്ള സ്നേഹം കൂടി പോയി കിട്ടും എന്നുള്ളതാണ് ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള രീതിയിൽ എന്റെ അഭിപ്രായം. പറഞ്ഞ പോലെ തന്നെ ഈ ചർച്ചയിലേക്ക് വഴിവെച്ചത് തന്നെ ശരിക്കും
ഒരു പത്രസമ്മേളനം വിളിച്ച് സുരേഷ് കുമാർ പറഞ്ഞ ആ ഒരു സമര തീരുമാനത്തോടുകൂടി ആ. ഇത് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ തന്നെ തീർക്കാവുന്ന ഒരു കാര്യം പുറത്തേക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു എടുത്തുചാട്ടത്തിന്റെ ഫലമായിട്ട് തോന്നുന്നില്ലേ? അത് സുരേഷ് ഏട്ടൻ അത് ഒന്ന് എടുത്തുചാടി പറഞ്ഞു പോയെന്നുള്ളതാണ് എന്റെയും ഒരു അഭിപ്രായം. അത് എന്റേത് മാത്രമല്ല, ഞാനിപ്പോ നമ്മുടെ അമ്മയുടെ അഡ്കോ കമ്മിറ്റി മെമ്പറും കൂടിയാണ്. അപ്പം നമ്മുടെ സംഘടനയ്ക്ക് അഡ്കോ കമ്മിറ്റിക്ക് മൊത്തമുള്ള ഒരു അഭിപ്രായം അത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് നാഥനില്ല കളരി എന്നാണ് അമ്മ എന്നൊരു സംഘടനയെ വിശേഷിപ്പിച്ചത്. ഒരിക്കലും അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു സംഘടന പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും ഏത് മലയാളത്തിലെ ഏത് അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു വിഷമത്തോടെ പറയേണ്ടതുണ്ട്. കാരണം അമ്മ ഒരിക്കലും നാഥനില്ല കളരിയല്ല. ഞങ്ങള് പോയാ അഡ്ഹോ കമ്മിറ്റിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതുവരെ ഒരു സംഘടനയും ചെയ്യാത്ത തരത്തിലുള്ളതാണ്. ഈ അടുത്ത് തന്നെ നമ്മുടെ അമ്മയുടെ കുടുംബ സംഗമം ഈ അടുത്ത് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അമ്മയിലെ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മളിപ്പം മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഫ്രീ ആയിട്ട് അവർക്ക് ആയുഷ്കാലം മുഴുവനുള്ള മരുന്നുകൾ എല്ലാ മാസവും അവർക്ക് എത്തത്തക്ക രീതിയിലുള്ള ഒരു സംഭവം തന്നെ അമ്മ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും മറ്റൊരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പം നാഥനില്ല കളരി എന്ന് വിശേഷിപ്പിച്ചത് നമ്മളെല്ലാവരെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത് അമ്മയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അസോസിയേഷൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു? അല്ല, അവര് നമ്മളെ അറിയിച്ചിരുന്നു ഈ വേദനം ഇതൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പൊ ഇപ്പൊ അഡ്ഹോ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിക്ക് നമുക്ക് മറ്റ് അധികാരങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ അവരെ അറിയിച്ചു. അതായത് നമ്മളിപ്പം അഡ്ഹോ കമ്മിറ്റി മാത്രമാണ് ഉള്ളത് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു അടുത്തൊരു ജനറൽ ബോഡി വരും. ജനറൽ ബോഡി വരുമ്പോൾ മാത്രമേ നമുക്ക് അടുത്തൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നെങ്കിൽ മാത്രമേ ഇതിനൊരു തീരുമാനമെടുത്ത് മുന്നിട്ടിറങ്ങി ഒരു ചർച്ചയ്ക്ക് തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അതുവരെ നമ്മളോടൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അവരെ അറിയിച്ചിരുന്നു. പക്ഷെ അത് അവർ വകവയ്ക്കാതെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതൊക്കെ സമ്മേളനം വിളിച്ചിങ്ങനെ ഇതൊക്കെ പറഞ്ഞത്.